നമസ്കാരം. ഒരു 4 ദിവസം മുന്നേ എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്നിരുന്നു. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ഈ ഒരു മൂത്രം പോകുന്ന ഭാഗത്ത് ഭയങ്കരമായിട്ട് ചൊറിച്ചിലാണ്, എന്തായിരിക്കും അതിൻ്റെ റീസൺ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മൂത്രം പോകുന്ന ഭാഗത്ത് ചൊറിച്ചിൽ വരാൻ കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, മൂത്രത്തിൽ പഴുപ്പ്. ആക്ച്വലി അവരൊരു മൂത്രത്തിൽ പഴുപ്പിൻ്റെ ഒരു സംഭവം കണ്ടിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ മൂത്രത്തിൽ പഴുപ്പിനൊരു സാധ്യത ഉണ്ട്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളപോക്ക് ഉണ്ടോ എന്ന് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടോ. അപ്പോൾ അവർ പറഞ്ഞു അത് നല്ലോണം ഉണ്ടെന്ന് പറഞ്ഞു. പലപ്പോഴും ഇത് രണ്ടും ലിങ്ക് ചെയ്ത് വരാറുണ്ട്. ഈ മൂത്രത്തിൽ പഴുപ്പ് അതുപോലെ തന്നെ ലുക്കോറിയ അഥവാ വെള്ളപ്പോക്ക് എന്നുള്ളത് ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ ഒ പിയിലേക്ക് വരാറ്. ഈ വെള്ളപ്പോക്കുള്ള ഒരാളിൽ മൂത്രത്തിൽ പഴുപ്പ് വരാനും മൂത്രത്തിൽ പഴുപ്പുള്ള ആൾക്ക് വെള്ളപ്പോക്ക് ഉണ്ടാവാനും ചാൻസ് കൂടുതലാണ്. അപ്പുറവും ഇപ്പുറവും ബാക്ടീരിയ സ്പ്രെഡ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എങ്ങനെ ഒരു വജൈനൽ ഡിസ്ചാർജ് വെച്ച് നിങ്ങൾക്കുള്ള രോഗം എന്താണെന്ന് മനസ്സിലാവാൻ നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഈ പേഷ്യൻറ്റിന് ഞാൻ UTIയുടെ മെഡിസിൻസ് അല്ല, അഥവാ മൂത്രത്തിൽ പഴുപ്പിനുള്ള മെഡിസിൻസ് അല്ല കൊടുത്തു വിട്ടത്. പകരം വെള്ളപ്പൊക്കിനാണ് മെഡിസിൻ കൊടുത്തത്. കാരണം അതിൻ്റെ റൂട്ട് കോസ് അല്ലെങ്കിൽ റൂട്ട് കംപ്ലൈൻറ്റ് എന്നുള്ളത് വൈറ്റ് ഡിസ്ചാർജ് തന്നെയാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ യൂട്രസിൻ്റെ അകത്തുള്ള രോഗങ്ങൾ അളക്കാൻ ഈ ഡിസ്ചാർജ് വഴി മനസ്സിലാവും. നോർമലി നമുക്ക് ഡിസ്ചാർജ് ഉണ്ടാവും. ഏതൊരു സ്ത്രീയിലും നോർമലി ഡെയിലി വജൈനൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ സെർവിക്കൽ ഡിസ്ചാർജ് ഉണ്ടാവും. ഇത് വളരെ നോർമലാണ്. ആ ഭാഗത്ത് ബാക്ടീരിയാസ് ഉണ്ടാവും, അതും നോർമലാണ്. നമുക്ക് അവിടുത്തെ ഒരു pH, വജൈനൽ pH അല്ലെങ്കിൽ സെർവിക്കൽ pH ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബാക്ടീരിയ അവിടെ നിർബന്ധമാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഞാനൊരു പോയിന്റ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും സോപ്പ് ഉപയോഗിച്ച് വജൈനൽ ഏരിയ വാഷ് ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങൾ മൂത്രമൊഴിക്കുന്ന ഭാഗമൊന്നും വാഷ് ചെയ്യരുത്. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. പലരും നല്ല ഹെവി ആയിട്ട് നല്ല ഹാർഡ് സോപ്പെല്ലാം ഉപയോഗിച്ചിട്ടായിരിക്കും ആ ഏരിയാസ് വാഷ് ചെയ്യുന്നത്. കാരണം നല്ല വൃത്തിയാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും അതിലൂടെ നമുക്ക് വൃത്തിയല്ല കിട്ടുന്നത്, പകരം പല രോഗങ്ങളിലേക്കും അത് നയിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഗുഡ് ബാക്ടീരിയാസ് ആ ഭാഗത്ത് നിന്ന് നീങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം പ്രയാസമുള്ള കാര്യങ്ങളാണ് സംഭവിക്കുക. അപ്പോൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ഈ ടൈറ്റ് ഫിറ്റിംഗ് ക്ലോത്ത്സും അതോടൊപ്പം ഒഴിവാക്കുക. ആ ഭാഗങ്ങളിൽ എയറേഷൻ വേണം, മോയ്സ്ചർ കുറയണം. ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കും. ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരിലാണെങ്കിൽ ഈ PID പോലുള്ള കണ്ടീഷൻ, വെള്ളപ്പോക്കാണെങ്കിലും യൂട്രസിൽ നീർക്കെട്ടാണെങ്കിലും ഒക്കെ വളരെ പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കിപ്പം നോർമലായിട്ട് വജൈനൽ ഡിസ്ചാർജസ് ഉണ്ടാകുന്ന സമയം ഏതൊക്കെയാണ്? ഇപ്പം മെൻസസിന് തൊട്ട് മുന്നേ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? വജൈനൽ ഡിസ്ചാർജ് വളരെ ലൂസായിട്ട് വാട്ടറി ആയിട്ട് ഇങ്ങനെ ഡിസ്ചാർജ് വരാൻ തുടങ്ങുമ്പോൾ ഏകദേശം മനസ്സിലാവും നാളെയോ മറ്റന്നാളോ മെൻസസ് ആവാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ മെൻസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള വാട്ടറി ഡിസ്ചാർജ് ഉണ്ടാവും. ഇത് നോർമലാണ്. പിന്നെ മെൻസ്ട്രേഷൻ കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിയുന്ന സമയത്താണ് ഓവുലേഷൻ വരുന്നത്. ഓവുലേഷൻ്റെ സമയത്തും നമുക്ക് ഡിസ്ചാർജ് ഉണ്ടാവും. ഓവുലേഷൻ്റെ ഡിസ്ചാർജ് പക്ഷേ ഡിഫറെൻറ്റാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് സ്റ്റിക്കി ആയിരിക്കും, കുറച്ച് വലിച്ചിലുണ്ടാവും. അതൊരു മുട്ടയുടെ വെള്ളയൊക്കെ പോലെ ഇങ്ങനെ ത്രെഡ് പോലെ നൂല് പോലെ വലിഞ്ഞിരിക്കുന്ന ഡിസ്ചാർജ് വരുന്നത് യൂഷ്വലി ഓവുലേഷന് ശേഷമാണ്. ഓവുലേഷൻ നടന്നതിന് ശേഷം. ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിനൊരു കളർ ചേഞ്ചസും ഉണ്ട്. അപ്പോൾ ഓവുലേഷൻ്റെ അന്നൊക്കെ ആയിരിക്കും ഈ ഒരു സ്ട്രെച്ചബിൾ വൈറ്റ് കളർ ഡിസ്ചാർജ്, വൈറ്റ് അല്ല കളർലെസ് ആണ് ഡിസ്ചാർജ് വരുന്നത്. ഓവുലേഷന് ശേഷം ആകുമ്പോൾ അതിൽ ഒരു വൈറ്റ് കളറിന് കുറച്ച് ഒരു തൈര് പോലെ ഒരു കേർഡ് പോലെ ഒരു കൺസിസ്റ്റൻസിക്ക് ചെറുതായിട്ട് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം വളരെ നോർമലാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഡിസ്ചാർജസ് കൂടുന്ന സമയങ്ങൾ വേറെ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മെൻസസിന് മുന്നേ മെൻസസിന് ശേഷം ഒക്കെ ഡിസ്ചാർജ് കൂടാം. ഓവുലേഷൻ സമയത്ത് ലൈറ്റായിട്ട് ഡിസ്ചാർജ് വരാം. വാട്ടറി ഡിസ്ചാർജ് നോർമലി ഡെയിലി ആ ഭാഗങ്ങളിൽ നിന്നുണ്ടാവാം. അത് അവിടുത്തെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതും അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയ സമയത്ത്, പ്രഗ്നൻസിയുടെ സമയത്ത്, അല്ലെങ്കിൽ പ്യൂബർട്ടി അടുത്ത പെൺകുട്ടികൾ 10 വയസ്സ് 11 വയസ്സ് 12 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ വെള്ളപ്പൊക്കിൻ്റെ കാര്യം പറഞ്ഞു വരുന്നത് അവർക്ക് ആ ഒരു പ്യൂബർട്ടിയുടെ സ്റ്റേജ് എത്തുന്നതുകൊണ്ടാണ്. അതുപോലെ പ്രഗ്നൻറ്റ് ലേഡീസിൽ എക്സസീവ് ഡിസ്ചാർജ് ഉണ്ടാവും. ഈ കണ്ടീഷൻസിന് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതില്ല, കാരണം ഇത് വളരെ നോർമലാണ്. ഇനി എപ്പോൾ നിങ്ങൾ ഒരു ഡോക്ടറെ കാണണം? എൻ്റെ വജൈനയിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞൊരു ഡോക്ടറെ കാണേണ്ടത്, ഒന്ന് ആ ഭാഗങ്ങളിൽ ചൊറിച്ചിൽ വരുന്ന സമയത്ത്, 2 ഡിസ്കളറേഷൻ്റെ കളറിൽ ചേഞ്ചസ് വരുന്ന സമയത്ത്. അപ്പം നമുക്കതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വൈറ്റ് ഡിസ്ചാർജ് വരുന്നത് എക്സസീവ് എമൗണ്ട് ആണോ എന്ന് ആദ്യം നോക്കുക. ഒരുപാട് എമൗണ്ട് ഉണ്ടെങ്കിൽ, ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതിൽ തന്നെ തൈര് പോലെ അല്ലെങ്കിൽ കുറച്ച് കുറുകി തൈരിൻ്റെ കൺസിസ്റ്റൻസിയിൽ വരുന്നത് ഈസ്റ്റ് ഇൻഫെക്ഷൻ കാരണമാണ്. അപ്പോൾ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് അതോടെ ഉറപ്പിക്കാം. ഒപ്പം ചൊറിച്ചിലുണ്ടാവും. ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം.
രണ്ട് കുറച്ച് ഗ്രേയിഷ് കളർ അല്ലെങ്കിൽ ഒരു ബ്ലൂയിഷ് കളർ, അതും അല്ലെങ്കിൽ ലൈറ്റ് പെയിൽ യെല്ലോ കളർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദർ ഇസ് എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ കാര്യം പറയുന്ന സമയത്ത് പറയാനുള്ളത്, നിങ്ങൾ മാരീഡ് ആയ ഒരാളാണെന്നുണ്ടെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ട്ണറും കൂടെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നിങ്ങൾക്ക് മാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എനിക്ക് മുന്നൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരുന്നു. അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത സമയത്ത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡിനും കൂടെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഹസ്ബൻഡും കൂടെ വരുന്നത് നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഞാൻ മെഡിസിൻ തന്നു വിടാം. ബട്ട് അന്ന് അവർ ഹസ്ബൻഡിന് മെഡിസിൻ വേണ്ട, അത് ആവശ്യമില്ല, അവർക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. ബട്ട് അതൊരു നിർബന്ധമുള്ള കാര്യമായിരുന്നു. കാരണം സെക്ഷൽ കോണ്ടാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പൊതുവേ ഞാൻ രണ്ടുപേർക്കും മരുന്ന് കൊടുത്തു വിടാറുണ്ട്. ആ ഒരു കേസിൽ പേഷ്യൻ്റ് വളരെ പെട്ടെന്ന് ബെറ്റർ ആവുകയും പിന്നെ ഒരു 2-3 months കഴിഞ്ഞപ്പോൾ വീണ്ടും അവരെൻ്റെ അടുത്ത് ഇതേ കംപ്ലൈൻ്റ് ആയിട്ട് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നിർബന്ധമായിട്ടും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, റെഗുലർ സെക്ഷൽ കോണ്ടാക്റ്റ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡും കൂടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിനും ആ ഒരു ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി നോക്കേണ്ട ഗ്രീൻ കളർ ഡിസ്ചാർജ് ആണ്. ഗ്രീൻ കളർ ഗ്രീനിഷ് സ്ട്രെച്ചബിൾ ഡിസ്ചാർജ് കൂടുതൽ വരുന്ന STDസിലാണ്. ഗൊണോറിയ, സിഫിലിസ് പോലുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, സെക്ഷൽ ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. അപ്പോൾ ഇത്തരം രോഗങ്ങൾക്കും നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അലാമിംഗ് ആണ്, എത്രയും പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ 3 തരത്തിലാണ് നമുക്ക് ഡിസ്ചാർജ് വരുന്നത്. ഇത് കൂടാതെ ഡിസ്ചാർജ് വരാം. അതായത് ഈ ഓവുലേഷൻ്റെ സമയത്തൊക്കെ ചെറിയ സ്പോട്ടിങ് പോലെ ഒരു പിങ്കിഷ് കളറിൽ വരുന്നത് ഓവുലേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ബ്ലീഡിംഗ് ആണ്. ചിലപ്പോൾ ഓവുലേറ്ററി ബ്ലീഡിംഗ് തന്നെ ആവാം. അത് അലാമിംഗ് അല്ല, അല്ലെങ്കിൽ പേടിക്കേണ്ടതല്ല. കുറച്ച് റെഡ് കളറിൽ, കുറച്ച് നല്ല രീതിയിൽ റെഡ് കളറിൽ ഈ ഒരു ഓവുലേഷൻ പീരീഡിലോ അല്ലെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞൊരു 3 ദിവസം കഴിഞ്ഞിട്ടോ വരുന്നതെങ്കിൽ, നിങ്ങൾ പ്രഗ്നൻസിക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആവാനാണ് ചാൻസ്. അതും നോർമലാണ്. ചില സ്ത്രീകളിൽ പ്രഗ്നൻ്റ് ആയതിനു ശേഷം, പ്രഗ്നൻസി പോസിറ്റീവ് എന്നറിഞ്ഞതിന് ശേഷം ഇതുപോലെ ബ്ലീഡിംഗ് വരാറുണ്ട്. ചെറിയ സ്പോട്ടിംഗ് ആയിട്ട്, എക്സസീവ്ലി അല്ല, ചെറിയ സ്പോട്ടിംഗ് ആയിട്ട്, അതും വളരെ നോർമലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഇനി ഇത് കൂടാതെ പിങ്കിഷ് കളറിൽ വരുന്നു, വളരെ പിങ്ക് കളറിലൊക്കെ വരുന്നു. സാധാരണ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളിൽ ഡിസ്ചാർജ് ഒരു 40 ദിവസമൊക്കെ, ഫസ്റ്റ് 40 days നല്ല രീതിയിൽ റെഡ് കളർ ബ്ലീഡിംഗ് ആയിരിക്കും. പിന്നെ പിങ്ക് ആവും, വൈറ്റ് ആവും, അങ്ങനെയാണ് നിൽക്കുക. അതിന് ലോക്കിയ എന്നാണ് പറയുക. ആ സ്റ്റേജും പിങ്ക് കളറിൽ ബ്ലീഡിംഗ് വരുന്നത്, ബ്ലീഡിംഗ് അല്ല ആക്ച്വലി, ഡിസ്ചാർജ് വരുന്നത് നോർമലാണ്. പക്ഷേ അല്ലാത്ത പക്ഷം നിങ്ങൾ പ്രഗ്നൻ്റ് ആവാൻ സാധ്യതയില്ല, നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് അല്ല, എന്നിട്ട് നിങ്ങൾക്ക് പിങ്ക് കളറിൽ ഡിസ്ചാർജ് വരുന്നു എങ്കിൽ സെർവിക്കൽ പോളിപ്പിനുള്ള ചാൻസ് ഉണ്ട്, സെർവിക്സിൽ ഇൻഫെക്ഷനുള്ള ചാൻസ് ഉണ്ട്, എന്തെങ്കിലും യൂട്രൈൻ ഇൻഫെക്ഷനുള്ള ചാൻസും കാണുന്നുണ്ട്. ഇത്തരം ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ രോഗിക്ക് അതിൻ്റെ ഒപ്പം തന്നെ നല്ല രീതിയിൽ ബാക്ക് പെയിൻ, വയറുവേദന, എത്ര ഫുഡ് കഴിച്ചാലും തടി വെക്കാത്തൊരവസ്ഥ, ക്ഷീണം, ഛർദ്ദിക്കാനുള്ള തോന്നൽ, ഇതൊക്കെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കാണണം. ഇനി നിങ്ങൾക്ക് ഡിസ്ചാർജ് ഒന്നും ഈ കളറിലല്ല ഡോക്ടറെ, ബട്ട് ആ ഭാഗത്ത് ചൊറിച്ചിലുണ്ട്, ഇതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിലും നിങ്ങൾ ഡോക്ടറെ കാണണം. കാരണം നിങ്ങൾ ഈ ചൊറിച്ചിൽ എപ്പോഴെങ്കിലും ഒന്ന് ചൊറിച്ചിൽ വരുന്നു, ചൊറിയുന്നു, വിട്ടു അത് കളയുന്നു എന്നുള്ളതല്ല, ഉള്ളിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് നല്ല രീതിയിലുണ്ട്. സെർവിക്സിൽ ഇൻഫെക്ഷൻ ആണെങ്കിലും വജൈനൽ ഇൻഫെക്ഷൻ ആണെങ്കിലും പിന്നെ അത് യൂട്രസിലേക്കും സ്പ്രെഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. യൂട്രസിൽ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് അറിയണം എന്നില്ല. ചിലപ്പോൾ ബ്ലീഡിങ്ങിൻ്റെ മെൻസസിന് കുറച്ച് മുന്നേ ഒരു വേദനയായിട്ടായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ മെൻസസിൻ്റെ സമയത്ത് സാധാരണ ഉണ്ടാവുന്നതിൽ കൂടുതൽ വേദനയായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളൊരു സ്കാൻ എടുത്ത് നോക്കുമ്പോഴായിരിക്കും PID അഥവാ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ് നിങ്ങൾക്കെന്ന് മനസ്സിലാവുക. അപ്പോൾ ഈ സാഹചര്യം ഒഴിവാക്കാൻ മുൻകൂട്ടി തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ PID ഉള്ള ആൾക്കാരിൽ ട്യൂബൽ ബ്ലോക്ക് വരാനും ചാൻസ് ഉണ്ട്. അതുപോലെ ട്യൂബൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസിക്ക് അതൊരു കാലതാമസം പിടിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഒന്നും കൂടെ കുറച്ച് കൂടുതൽ നാൾ ചെയ്യേണ്ട ആവശ്യം വരും. ഇനി ഹോമിയോപ്പതിയിലാണെങ്കിൽ നമുക്കിതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് ട്രീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് മാറൂ. 1 മാസമോ 2 മാസമോ മരുന്ന് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കംപ്ലയിൻറ്റ് കംപ്ലീറ്റ്ലി മാറും. പക്ഷേ ഈ കംപ്ലയിൻറ്റിന് കുറച്ച് നാൾ കൂടെ നിങ്ങൾ മെഡിസിൻസ് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത് പിന്നെ പെട്ടെന്ന് തിരിച്ചു വരാത്ത രീതിയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഹോമിയോപ്പതിയിൽ നമ്മളെപ്പോൾ ഒരു ക്യാരക്ടറിസ്റ്റിക് സിംറ്റം വെച്ച് പേഷ്യൻറ്റിന് മെഡിസിൻ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന രോഗം പൂർണ്ണമായിട്ട് അതിൻ്റെ റൂട്ട് കോസിൽ നിന്ന് തന്നെ കളയാൻ പറ്റും. നമ്മൾ പിന്നെ ക്രിയോസോട്ടം, ബൊറാക്സ്, സെപ്പിയ, അലൂമിന പോലുള്ള മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്താണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കംപ്ലീറ്റ് റിലീഫ് പേഷ്യൻ്റ് കൊണ്ടുവരാനും പിന്നെ ആ ബുദ്ധിമുട്ട് തിരിച്ചു വരാത്ത രീതിയിലാക്കാനും സാധിക്കും.
നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു അസുഖത്തിനെ കുറിച്ചോ എന്തെങ്കിലും സംശയമുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ആളാണ്, എന്നോട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്താം. നന്ദി, നമസ്കാരം.